ഗായകൻ എം.ജി. ശ്രീകുമാരും സഹോദരനായ അന്തരിച്ച സംഗീത സംവിധായകൻ എം.ജി. രാധാകൃഷ്ണനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താണ് കാരണമെന്ന് നമ്മൾക്കറിയില്ല. ജ്യേഷ്ഠനുജന്മാർ മാനസികമായി അകന്നിരുന്നു എന്നതാണ് സത്യം. ഒരു കുടുംബം കലക്കി ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാണ് തന്നെ അകറ്റിയതെന്ന് എം.ജി. ശ്രീകുമാർ പലരോടും സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫർ തന്റെ എർത്തായി പല പണികൾക്കും കാവൽ നിന്നിട്ടുണ്ടെന്ന് എം.ജി. ശ്രീകുമാർ മറന്നുപോവുകയും ചെയ്തു. എന്തായാലും മേടയിൽ വീട്ടിൽ കുറേക്കാലം അസ്വസ്ഥത പുകഞ്ഞിരുന്നു. സ്വന്തം സംഗീത ഗുരുവായ ജ്യേഷ്ഠൻ മരിച്ചിട്ട് വരാതെ പോയ അനുജനെ എത്ര വിളിപ്പിച്ചാലും വെളുക്കില്ല. ജ്യേഷ്ഠൻ മരിച്ചതോടെ അനുജൻ മേടയിൽ വീടിന്റെ തന്റെ ഭാഗം മതിൽകെട്ടി അടച്ചു. തന്റെ ഭാഗം ഒരു അന്യമസ്തകർക്ക് വിൽക്കാൻ തീരുമാനിച്ചത് സത്യമാണ്. ഒടുവിൽ പറഞ്ഞ കാശ് നൽകി ജ്യേഷ്ഠന്റെ മകൾ മേടയിൽ സ്വന്തമാക്കി. നടുവിലൂടെ കെട്ടിയ മതിൽ പൊളിച്ച് സുന്ദരമായ വീടാക്കി സൂക്ഷിക്കുന്നതും യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് എം.ജി. സുകുമാരന്റെ ചേച്ചി ഓമനക്കുട്ടി ടീച്ചർ കാരണമാണ്. അവർ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആരോ എനിക്കും അയച്ചു തന്നു. 15 വർഷം എന്റെ ചേട്ടൻ പിറകിൽ പാടിയ വ്യക്തിയാണ് എം.ജി. ശ്രീകുമാർ. അതിൽ നിന്നാണ് എം.ജി. ശ്രീകുമാർ പാട്ട് എന്തെന്ന് അറിഞ്ഞത്. എന്റെ ജന്മമെന്നല്ല, എത്ര ജന്മം കഴിഞ്ഞാലും എം.ജി. രാധാകൃഷ്ണൻ എം.ജി. ശ്രീകുമാർ മറക്കാൻ പാടില്ല. തീർച്ചയാണിത്. ആ പാട്ടിൽ നിന്ന് കിട്ടിയ പാട്ടേ ഉള്ളൂ എം.ജി. ശ്രീകുമാർ. അല്ലാതെ ശ്രീകുട്ടൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച വ്യക്തിയേ അല്ല. പക്ഷേ കേൾവി വിജ്ഞാനം ഒന്നുണ്ട്. ജ്ഞാനം ഉള്ളവർക്ക് കേൾവി വിജ്ഞാനമാണ്. അവർക്ക് തന്നെത്താൻ പാടാനാകും. അങ്ങനെയൊരു വ്യക്തിയാണ് എം.ജി. ശ്രീകുമാർ എന്നാണ് ഓമന കുട്ടി ടീച്ചർ പറയുന്നത്. ജ്യേഷ്ഠരോട് ശ്രീകുമാർ കാണിച്ച ദ്രോഹവും അനുജനോടുള്ള വാത്സല്യവും മിക്സ് ചെയ്താണ് ഓമനക്കുട്ടി ടീച്ചർ പറയുന്നതെന്ന് തോന്നുന്നു. ടീച്ചറുടെ നിലപാട് അവിടെയും ഇവിടെയും തൊടാതെയാണെന്ന് തോന്നുന്നു. ജീവിച്ച തറവാടിന്റെ നെറുകെ മതിൽ കെട്ടി അന്യമതസ്ഥർക്ക് വിറ്റ് ജ്യേഷ്ഠന്റെ കുടുംബത്തെ തോൽപ്പിക്കാൻ പോകണ്ടായിരുന്നു എന്നതിനാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്തത് ക്രൂരതയാണെന്ന് പറയുന്നു. അതേസമയം ചേട്ടനുമായി തനിക്ക് അകൽച്ചയില്ലായിരുന്നു എന്ന് എം.ജി. ശ്രീകുമാർ നേരത്തെ പറഞ്ഞത്. ചേട്ടൻ മരിച്ചപ്പോൾ ഞാൻ വന്നില്ലെന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ അമേരിക്കയിലായിരുന്നു. എന്റെ ചേട്ടന്റെ കൂടെ പഠിച്ചു വളർന്ന വളർന്ന ഗാനഗന്ധർവനാണ് യേശുദാസ്, ലക്ഷ്മി ഗോപാലസ്വാമി, എന്റെ ഭാര്യ എന്നിവരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.